നിങ്ങൾ അജ്ഞാനിയായി ജനിച്ചതല്ല. ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അജ്ഞാനി ആയിരുന്നില്ല. നിങ്ങൾ പൂർണ്ണമായും ബോധവാനായിരുന്നു. ഒരു ജീവിതത്തിൻ്റെ ഓർമ്മ മാത്രമല്ല, നിരവധി ജീവിതത്തിൻ്റെ ഓർമ്മകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ജന്മങ്ങൾ, ലക്ഷക്കണക്കിന് അനുഭവങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ബോധത്തിൽ സജീവമായിരുന്നു. നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. ആ നിമിഷത്തിൽ നിങ്ങൾ പൂർണ്ണനായിരുന്നു. ഒരു പുരാതന ഭാരതീയ ഗ്രന്ഥം ഈ അവസ്ഥയെ വിശദമായി വിവരിക്കുന്നുണ്ട്. അത് ഗർഭാഉപനിഷത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗ്രന്ഥം പറയുന്നത് ഗർഭത്തിലെ 9-ാം മാസത്തിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് പൂർണ്ണ ബോധാവസ്ഥയിലെത്തുന്നു. അത് തൻ്റെ പഴയ ജന്മങ്ങളിലെ വേദനകളെയും അനുഭവങ്ങളെയും ഓർക്കുന്നു. അപ്പോൾ അതൊരു പ്രതിജ്ഞ ചെയ്യുന്നു, ഇനി ഞാൻ പഴയ തെറ്റുകൾ ആവർത്തിക്കില്ല. പക്ഷേ ജനനം അടുത്തെത്തുമ്പോൾ വലിയൊരു മാറ്റം ആരംഭിക്കും. ശരീരത്തിലെ പ്രാണശക്തികൾ പുനഃക്രമീകരിക്കപ്പെടും. അതോടുകൂടി ബോധം പതുക്കെ മങ്ങിത്തുടങ്ങും. പിന്നീട് വന്ന പാരമ്പര്യങ്ങൾ ഈ ശക്തിയെ മായയുടെ പ്രവൃത്തിയായി നിർവഹിച്ചു. ചിലർ അതിനെ വൈഷ്ണവ പ്രാണ എന്നും പറയും. അത് സംഭവിക്കുന്ന നിമിഷം നമ്മുടെ ഓർമ്മകൾ തകരും. പതുക്കെയല്ല, പൂർണ്ണമായും. അതുകൊണ്ടാണ് കുഞ്ഞ് ജനിക്കുമ്പോൾ കരയുന്നത്. കാരണം അതാരാണെന്ന് അത് മറന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ജീവിതം എന്നത് പുതിയ എന്തെങ്കിലും പഠിക്കുന്ന യാത്രയല്ല, നമ്മൾ ആരാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന യാത്രയാണ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.